അല്ലെ, അത് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടത് എന്നുള്ളത് സാധാരണ നിലയിൽ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പലരെയും കാണാറുണ്ട്. അത് പൊതുസമൂഹത്തോട് പറയാറില്ലല്ലോ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. എന്തിനാ വേണ്ടി കണ്ടത് എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത്. അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റും. അത് ഷംസീർ അത് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. ഇവിടെ കേരളത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞതെന്നുള്ള ധാരണ വേണ്ട. അതിശക്തമായിട്ടുള്ള കമ്മ്യൂണൽ ടെൻഷൻ്റെ ഘട്ടം വന്ന സമയത്ത് ബന്ധപ്പെട്ട കക്ഷികളെ എക്സ് ഓർ വൈ ഗവൺമെൻറ് വിളിക്കാറുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കാറില്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വിളിച്ചതിന് തെറ്റില്ല എന്ന് പറയണ്ട. വിളിക്കാറുണ്ട്, വിളിക്കുകയും ചെയ്യണം. ശബരിമല പ്രശ്നം വന്ന സമയത്ത് ആ രൂപത്തിലുള്ള സംസാരം നടന്നിട്ടില്ലേ? ഇല്ലേ? പാലക്കാട് നിങ്ങൾ ഓർക്കും, 2023 ഏപ്രിൽ മാസം 15-ാം തീയതി ഒരു കൊല നടന്നു, 16-ാം തീയതി ഒരു കൊല നടന്നു. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടല്ലേ? ഇവിടെയുള്ള SP ബന്ധപ്പെട്ട കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയില്ലേ? പ്രത്യേകം ചർച്ച നടത്തിയില്ലേ? അതാവശ്യമായിട്ട് വരും. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇതെന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയാം നമുക്ക്. ഇതങ്ങനെയല്ല, ഇതൊരു ബിസിനസ്സുകാരൻ്റെ കൂടെ അല്ല. അതൊക്കെ റിപ്പോർട്ട് വരട്ടെ. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അന്വേഷിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ ലീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ നിലപാട് ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ്. എന്താണ് പാർട്ടിയുടെ നിലപാട്? അതിന് വിരുദ്ധമായിട്ടാണോ ആരെങ്കിലും പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, തെറ്റില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് നേരത്തെ ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് എന്താ? പാർട്ടിയുടെ നിലപാട് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS CPIM ആക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ADGPയെ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയതല്ലേ? അത് ശുദ്ധ അസംബന്ധം എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞത്? സംസ്ഥാന സെക്രട്ടറി. അതിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മറ്റേത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം മാത്രം പറയാം. ഓക്കെ. അതെല്ലാം അന്വേഷിക്കേണ്ട. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആര്? അൻവർ. അതാരാ അന്വേഷിക്കേണ്ടത്? പോലീസ് അന്വേഷിക്കണം, ഗവൺമെന്റ് അന്വേഷിക്കണം. ആ പ്രക്രിയ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി വന്നു. കേൾക്കൂ, പരാതി വന്നു. ഇതിൻ്റെ ഭാഗമായി സുവോ മോട്ടോ അന്നേരം തന്നെ SP സസ്പെൻഡ് ചെയ്തില്ലേ? അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ കമ്മീഷൻ്റെ ഭാഗമായി, ഏത് കമ്മീഷൻ്റെ? DGPയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉചിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഓക്കെ. അതിപ്പോൾ SP അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ അകത്ത് മൊഴിയെടുക്കുക കോൺസ്റ്റബിളാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? കേൾക്ക് കുട്ടി. ഇപ്പോൾ നിങ്ങളൊരു പരാതി കൊടുക്കുന്നു. ഞാൻ മന്ത്രിയാന്ന് വിചാരിക്കുക, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാന്ന് വിചാരിക്കുക. SP ഞാൻ ചുമതലപ്പെടുത്തിയെന്ന് വിചാരിക്കുക. SP പോയിട്ടല്ല മൊഴിയെടുക്കുക. ആര് പോയിട്ടാണ് മൊഴിയെടുക്കുക? സാധാ നിലയിലുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പോയിട്ടെടുക്കുക. DGPൻ്റെ മുകളിൽ ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ DGPൻ്റെ താഴെയുള്ള ഇതിന് സമാനമായിട്ടുള്ള റാങ്കിൻ്റെ ആൾക്കാരെയോ വെക്കാൻ പറ്റുമോ? വേറെ ഇങ്ങളെ വെക്കാൻ പറ്റുമോ? എന്നെ വെക്കാൻ പറ്റുമോ? അതല്ല ഇതിൻ്റെ അദ്ദേഹം ഒരുപടി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാം വരട്ടെ എന്ന്, എല്ലാം വരട്ടെ. എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം. അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞു. ഒരു മാസം കാത്തിരിക്കേണ്ടതുള്ളൂ. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ജെന്യൂനായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അത് അദ്ദേഹം അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ പറയട്ടെ. ജെന്യൂനായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി എങ്കിൽ ആ പരാതി അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കട്ടെ. അതിലിവിടെ ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. അൻവർക്കെതിരായിട്ട് ആരെങ്കിലും തടസ്സം നിൽക്കുന്നു? ഒരു പ്രതിസന്ധിയുമില്ല. കാരണം ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടാണ് ഇനി സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഒരു SP സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു.
മറ്റേതൊരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. പിന്നെ അദ്ദേഹം കണ്ടത് എന്തിനു വേണ്ടി കണ്ടു, എന്താണ് ചർച്ച നടത്തിയതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉയർന്ന കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അഭിപ്രായം പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കഴിയില്ല. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല കേട്ടോ. ഈ സാധനം എടുത്തിട്ട് എൻ്റെ അടുക്കുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര കാലമായി ഇത് കാണുന്നത്? എത്ര കാലമായിട്ട് ഇത്രയും രൂക്ഷമായ വിമർശനമായിട്ട് അൻവർ വരുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ എതിരെ നടക്കുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ലാതെ പോലീസിനെതിരായിട്ട് പണ്ടുണ്ടായിട്ടില്ലേ? ഇതിനേക്കാൾ അപ്പുറം ചില ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. കേൾക്ക് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 93-94 കാലഘട്ടത്തിൽ അന്ന് DGP-മാർ രണ്ടാളുണ്ടായിരുന്നു, മധുസൂദനും അതുപോലെ തന്നെ ജയറാം പടിക്കൽ. ഓർമ്മ ഉണ്ടോ? ഏത് രൂപത്തിലുള്ള അടിയായിരുന്നു അന്നുണ്ടായിരുന്നത്? നമ്പർ 1, നമ്പർ 2 സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു IG സരിതയുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തി ടെലിഫോൺ ചോർത്തി. എന്നിട്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. അന്നേരം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. ആ രൂപത്തിൽ വാർത്ത ചോർത്തിയെടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിയെടുത്തു. അപ്പോൾ ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഉരുട്ടിക്കൊന്നു. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? രാജനെ കൊന്നില്ല പോലീസ്? ആരുടെ കാലഘട്ടത്തിലായിരുന്നു? വർക്കല വിജയൻ നായരെ കൊന്നില്ലേ? കക്കൂയിൽ കണ്ട കോൺഗ്രസ്സുകാരൻ്റെ നേതാവ്, ഒരു കോൺഗ്രസ്സുകാരൻ്റെ നേതാവിനെ തന്നെ കൊണ്ടുപോയി കൊന്നു. അതിൻ്റെ ഭാഗമായി ജയറാം പടിക്കലും അതുപോലെ തന്നെ നമ്മുടെ പുലിക്കോടൻ നാരായണനും ലക്ഷ്മണിയൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? ഇന്നത്തെ പോലീസ് എന്ന് പറയുന്നത് ഈ ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കും മാതൃകയാണ്. 32 അവാർഡാണ് അവർ വാങ്ങിയത്. അതിൽ കുറച്ച് ഇത്തിക്കണ്ണികൾ ഉണ്ടാകാം, ക്രിമിനലുകൾ ഉണ്ടാകാം. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി നടപടികളെടുത്തു. ഇത് 100% പോലീസ് സംവിധാനം ശരിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയാൻ കഴിയില്ല. 32 അവാർഡുകളാണ് വാങ്ങിയത്. ഈ വിവാദം നടക്കുന്ന സമയത്ത് കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കുമെതിരായിട്ടുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റാന്വേഷണത്തിൽ കേരളം നമ്പർ 1 വ്യവസായ അന്തരീക്ഷത്തിൽ സംരംഭകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായ വകുപ്പ് നമ്പർ 1. അതിൻ്റെ ഇടയിലാണ് ഈ സാധനങ്ങൾ ഇപ്പം വന്നത്. ഒഴുക്കുത്തുകളൊക്കെ അൻവർ തന്നെ പറയേണ്ടി വന്നില്ലേ? അത് നിങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പറയുന്നതിന് ബുദ്ധിമുട്ടുള്ളത്? അല്ല, അത് മുഖ്യമന്ത്രി അറിയില്ലായിരുന്നു. എങ്ങനെയാ മുഖ്യമന്ത്രി അറിയാം? മുഖ്യമന്ത്രി ചിലത് നേരിട്ടറിയും, ചിലത് പിന്നെ സ്വകാര്യമായിട്ട് അറിയും, ചിലത് പറഞ്ഞാൽ അറിയും, ചിലതിപ്പോൾ പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായി അൻവറല്ലാന്ന് നിങ്ങൾക്കും ചെയ്യാൻ. അൻവറേക്കാളും മുമ്പേ പരാതി പറഞ്ഞ ആൾക്കാരെ ഇവിടെ ഇല്ലേ? നടപടി എടുത്തിട്ടില്ലേ പോലീസ്? അതെ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അൻവർ പറഞ്ഞു. എന്റെ വായിന്ന് വേറെ വർത്താനം പറയിപ്പിക്കാൻ.